ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച എംഎൽഎമാർ ബിജെപിയിലേക്ക് 8 AAP എംഎൽഎമാരാണ് രാജിവെച്ച് ബിജെപിയിൽ ചേർന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് രാഷ്ട്രീയ മാറ്റം. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് തൗബ മാഹിനുണ്ട്. തൗബായി പറഞ്ഞതുപോലെ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ. ഈ സമയത്താണ് ഈ കൂറുമാറ്റം ബിജെപിയിൽ ചേരുന്നത്. എന്തൊക്കെയാണ് ഇവർ കൂറുമാറ്റത്തിനുള്ള കാരണമായി പറയുന്നത്? ഇതിൽ സിറ്റിംഗ് എംഎൽഎമാരുണ്ട്. അരുണ്യ, ഈ രാജിവെച്ച ഇന്നലെയായിരുന്നു ഈ എംഎൽഎമാർ രാജിവെച്ചത്. ഇവർ 8 പേരും സിറ്റിംഗ് എംഎൽഎമാരാണ് ആം ആദ്മിയുടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു 4 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഡൽഹിയിൽ ഒരു സുപ്രധാനമായ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അതായത് എംഎൽഎമാർ എല്ലാവരും, അതായത് ഇന്നലെ രാജിവെച്ച 8 എംഎൽഎമാരും ഇപ്പോൾ ബിജെപിയിൽ ചേർന്നിരിക്കുന്നു എന്നൊരു സുപ്രധാനമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ രാജി. അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവര് രാജിവെച്ചത്. അഴിമതി ആരോപണം അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ആം ആദ്മി വ്യതിചലിച്ചെന്നടക്കമായിരുന്നു ഇവര് രാജി കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. തുടർന്നായിരുന്നു ഇവർ രാജിവെച്ചത്. എന്നാൽ ആം ആദ്മി സ്ഥാനമോഹികളാണ് പാർട്ടി വിട്ടതെന്നായിരുന്നു തിരിച്ചാരോപിച്ചത്. പക്ഷേ രാഷ്ട്രീയമെല്ലാം അറിയുന്നത് ഇത് ആം ആദ്മിക്ക് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കുമെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, ഓൾറെഡി ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആം ആദ്മിക്കെതിരെ വലിയ രീതിയിലുള്ള വികാരമുണ്ട്. അതായത് യമുന വിവാദം മുതൽ കുടിവെള്ളത്തിൽ വിഷാംശം വരെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കത്തിക്കയറുകയാണ്. ഇതിനിടെയാണ് 8 എംഎൽഎമാർ ഇപ്പോൾ രാജിവെച്ച് ബിജെപിയിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. നരേഷ് യാദവ്, രോഹിത് കുമാർ, രാജേഷ് ഋഷി, മദൻലാൽ, കസ്തൂർബ നഗറിലെ മദൻലാൽ എംഎൽഎ അടക്കമുള്ളവരാണ് ഇപ്പോൾ രാജിവെച്ച് എതിർപ്പാളയത്തിലേക്ക് ചേർത്തിയിരിക്കുന്നത്. അതായത് കെജ്രിവാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. സത്യസന്ധമായ രാഷ്ട്രീയമെന്ന അടിസ്ഥാന മൂല്യത്തിൽ നിന്ന് AAP വ്യതിചലിച്ചു. അഴിമതി കുറയ്ക്കുമെന്ന പ്രതിജ്ഞ പാലിക്കുന്നതിന് പകരം പാർട്ടി അഴിമതിയുടെ ചതിപ്പിൽ തന്നെ കുടുങ്ങി എന്നെല്ലാമായിരുന്നു ഇന്നലെ ഇവർ രാജിക്കത്തിൽ പറഞ്ഞിരുന്നത്. അരുണ്യ, തൗബ ഈ സൂചിപ്പിച്ചതുപോലെ യമുനയിലെ വിഷവിവാദം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഈ സാഹചര്യത്തിലെല്ലാം BJP വളരെ ശക്തമായി തന്നെ AAPക്കെതിരെ ആയുധം എടുത്തിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് BJPയിലേക്ക് ഈ രാജിവെച്ച എംഎൽഎമാർ പോകുന്നത്. ഏതെങ്കിലും പ്രതികരണം AAPയുടെ നേതൃത്വത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ? അരുണ്യ, BJPയിലേക്ക് ഇപ്പോൾ എംഎൽഎമാർ ചേക്കേറിയതിനെ കുറിച്ച് ആം ആദ്മിയുടെ പ്രതികരണം വന്നിട്ടില്ല. എന്നാൽ ഇന്നലെ എംഎൽഎമാർ, സിറ്റിംഗ് എംഎൽഎമാർ രാജിവെച്ചതിനെ തുടർന്ന് AAPയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് സ്ഥാനമോഹികളാണ് പാർട്ടി വിട്ടതെന്നായിരുന്നു ആം ആദ്മി പ്രതികരിച്ചത്. അതായത് ഇവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ പരിഗണിക്കുമെന്ന്. എന്നാൽ ഈ 2 ദിവസം മുമ്പ് ആം ആദ്മി പ്രകടന പത്രിക പുറത്തുവിട്ടിരുന്നു. ഇതോടുകൂടി ഇവരുടെ പ്രതീക്ഷ മങ്ങുകയായിരുന്നു. അവസാന ഘട്ടം വരെയും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടും പരിഗണിക്കില്ല എന്ന ഒരു സ്ഥിതി എത്തിയപ്പോഴായിരുന്നു ഇവർ വിയോജിപ്പ് ചൂണ്ടിക്കാട്ടി രാജിവെച്ചത്. ഇതോടുകൂടി പക്ഷേ ആം ആദ്മിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും. കാരണം നമുക്കറിയാം, വലിയ രീതിയിലുള്ള മുൻവർഷങ്ങളിലെ പോലെ അല്ല ആം ആദ്മിയുടെ നിലവിലെ സ്ഥിതി. രാഷ്ട്രീയമായി വലിയ മാറ്റം ഡൽഹിയിൽ സംഭവിച്ചിട്ടുണ്ട്. BJP വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുന്നുണ്ട്. യമുന വിഷയത്തിൽ, അതായത് യോഗി അടക്കം യമുന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. യമുനയിൽ ഒന്ന് മുങ്ങുമെന്ന് അരവിന്ദ് കെജ്രിവാളിനോട് ചോദിച്ചിരുന്നു. ഇപ്പൊ കുറച്ചു മുൻപ് രാഹുൽ ഗാന്ധി അടക്കം യമുനയിൽ ഒന്ന് മുങ്ങണമെന്ന്, കാരണം യമുന വിഷപ്പതയാൽ മുങ്ങിയിരിക്കുകയാണ്. അത്തരം വലിയ രീതിയിലുള്ള വിവാദം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഇപ്പോൾ രംഗത്തെത്തി അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഡൽഹി രാഷ്ട്രീയ ഭൂമിക വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സുപ്രധാനമായൊരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നത്. ഇത് ആം ആദ്മിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അരണ്യ, തീർച്ചയായും സിറ്റിംഗ് എംഎൽഎമാരുടെ കൂട്ടരാജിയിൽ ആടിയുലഞ്ഞ AAPയിൽ ഇപ്പോൾ 8 രാജിവെച്ച 8 എംഎൽഎമാരും BJPയിൽ ചേർന്നിരിക്കുകയാണ്. തൗബ മാഹിനാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.